മദ്യത്തെ നമുക്കൊരു പക്ഷെ ഒരു മയക്കുമരുന്നുമായിട്ടൊന്നും ചേർത്ത് പിടിക്കാൻ പറ്റുകയില്ല. വിസ്കി എപ്പോഴാ കഴിക്കേണ്ടത്, റം എപ്പോഴാ കഴിക്കേണ്ടത്, ബാക്കിയുള്ള പിന്നെ കാര്യങ്ങളൊക്കെ എപ്പോഴാ കഴിക്കേണ്ടത്, എങ്ങനെയാ കഴിക്കേണ്ടത്, എന്ത് ചേർത്താ കഴിക്കേണ്ടത്, എത്ര അളവിലാ കഴിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒരു ഐഡിയ ഉണ്ട് ആൾക്കാർക്ക്. അധ്വാനിക്കുന്ന മനുഷ്യന് അവന്റെ ഒരു ലിഷർ ടൈമിന് റിലാക്സേഷന് വേണ്ടി അവൻ പൊതുവെ ഉപയോഗിച്ചു വരുന്ന ഒരു സാധനമാണ് മദ്യം എന്ന് പറയുന്നത്. മദ്യത്തിന് ഇതിന്റെ ഒരു അപകടം എന്ന് പറയുന്നത് 23 വയസ്സുള്ള കുട്ടികൾ ഇത് ഓൺലൈനിൽ കൂടി ID വെരിഫൈ ചെയ്ത് ഓർഡർ ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തിലൊക്കെ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് അതിനകത്തിലൊക്കെ മാൽ പ്രാക്ടീസ് നടത്താനായിട്ട് ഒരു പാടുമില്ല. നമ്മളുടെ മലയാളികളെ സംബന്ധിച്ച് ഞാൻ കണ്ടെടുത്തോളം ഇരുട്ടത്തെല്ലാം ചെയ്യും, പകലിൽ അവർ ചെയ്യത്തില്ല. ഈ ലഭ്യത കുറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നിരോധനം വരുമ്പോൾ ആൾക്കാർക്ക് ഇതിനോട് കുറച്ചുകൂടെ അട്രാക്ഷൻ വരും. അന്ന് അവര് അത് കള്ളിന് വേണ്ടി മുടക്കുന്ന, ഇന്ന് ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ചിരുന്നാണ് അത് കഴിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ പണിയെടുത്ത് വന്ന് പണ്ടത്തെ കാലമൊന്നുമില്ല, ഇന്നത്തെ തലമുറ കാലം മാറി. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കുടിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തായിട്ട് വരുമാനം കിട്ടുക എന്നുള്ളതാണല്ലോ. അപ്പൊ സർക്കാരിന് 1000 അല്ല ഇനിയിപ്പോ 1500% കിട്ടിയാലും സർക്കാരിനെ, പ്രത്യേകിച്ച് കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വേറെ വരുമാനമൊന്നുമില്ല. കാരണം മദ്യപാനികളെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു പോയിന്റിലേക്ക് പരീക്ഷ വന്നു കണ്ടില്ലേ. നമസ്കാരം, വാക്കി ടോക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നിപ്പം കേരളത്തില് മദ്യം ഹോം ഡെലിവറി ആയിട്ട് ചെയ്യുന്ന ഒരു പ്രഖ്യാപനം ഓൾറെഡി ബിവറേജസ് കോർപ്പറേഷൻ വന്നിട്ടുണ്ട്. കേരളത്തിൽ പൊതുവെ ഒരു മതവിശ്വാസികളുടെ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഈ മദ്യം വലിയൊരു ഇഷ്യയാണ്. മദ്യം ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരുകൾ വന്ന ശേഷം മദ്യം നാട്ടിലൂടെ ഒഴുകുകയാണ്. അതായത് 4 സ്റ്റാർ കാറ്റഗറിയുള്ള അല്ലെ 3 സ്റ്റാർ കാറ്റഗറിയുള്ള ലൈസൻസുകൾ പണ്ട് 400 എണ്ണം ഉണ്ടായിരുന്നതൊക്കെ ഇന്ന് 1000, 1500 ബാറും എല്ലാ നമ്മുടെ നാട്ടിലും സ്ഥലങ്ങളിലും ഒക്കെ ബാറും ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റും ഒക്കെ വന്നു. പക്ഷേ അതിനെ വളരെ കാര്യമായിട്ട് എതിർക്കുന്ന ഒത്തിരി സംഘടനകളുണ്ട്, സംവിധാനങ്ങളുണ്ട്, മതങ്ങളുണ്ട്. ഇപ്പൊ KCBC കത്തോലിക്ക സഭ പൊതുവെ മദ്യ നിരോധനത്തിന് വേണ്ടി പ്രോത്സാഹിക്കുകയും അതിനുവേണ്ടി സമരം നടത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അപ്പം ഇപ്പം കേരള സർക്കാരിന്റെ ഇതിനെ വലിയ വ്യാപകമായിട്ട് കുടുംബങ്ങളിലേക്ക് മദ്യം എത്തിക്കുന്ന അത് വളരെ മോശമാണെന്നുള്ളൊരു അഭിപ്രായമായിട്ട് ഭയങ്കര എതിർപ്പൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതൊരു മതങ്ങളുടെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തീവ്ര റിലീജിയസ് ആയിട്ടുള്ള സംഘടനകളൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് എതിർക്കുന്നത്. കാരണം ഇന്ന് മദ്യത്തെ നമുക്കൊരു പക്ഷെ ഒരു മയക്കുമരുന്നുമായിട്ടൊന്നും ചേർത്ത് പിടിക്കാൻ പറ്റുകയില്ല. കാരണം AK ആന്റണിയുടെ കാലത്ത് ചാരായം നിരോധിച്ചതിന് പറഞ്ഞ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാവങ്ങളെ, കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്നു, പാവങ്ങളെ അവരുടെ വീടുകളിലേക്ക് കഞ്ഞി മേടിക്കേണ്ട പൈസയാണ് ചാരായം മേടിക്കാൻ റെഡിയാക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ ചാരായം നിരോധനം കൊണ്ട് ഈ ലോകത്തൊരിടത്തും ഒരു സംവിധാനവും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ നിരോധനം വേറെ വഴിക്ക് പോയി, ആൾക്കാർ പകരം വാറ്റി മദ്യം കഴിക്കാൻ തുടങ്ങി. കാരണം അധ്വാനിക്കുന്ന മനുഷ്യന് അവന്റെ ഒരു ലിഷർ ടൈമിന് റിലാക്സേഷന് വേണ്ടി അവൻ പൊതുവെ ഉപയോഗിച്ചു വരുന്ന ഒരു സാധനമാണ് മദ്യം എന്ന് പറയുന്നത്. മദ്യത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു ലഹരി മരുന്നിന്റെ ലഹരിയുടെ കൂട്ടത്തിൽ പോലും കാണാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറയുന്നത്. നമ്മളിപ്പം മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ മോഡേൺ മെഡിസിനിലാണെങ്കിലും ആയുർവേദ മെഡിസിനിലാണെങ്കിലും ഹോമിയോ മെഡിസിനിലാണെങ്കിലും ഒക്കെ ഈ ആൽക്കഹോൾ എന്ന് പറയുന്നത് അതിന്റെ ഒരു ബേസ് ആണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ ഈ ലിമിറ്റേഷൻ വരുന്നത് കൊണ്ടാണ് ആൾക്കാർക്ക് ഇതിനോടുള്ള ഒരു താല്പര്യം കൂടുന്നതും. പിന്നെ സർക്കാരിന് പണം ഉണ്ടാക്കാനായിട്ട് മനുഷ്യന് വളരെ തുച്ഛമായ വിലയ്ക്ക് അവന് ഉപയോഗിക്കാൻ കൊടുക്കേണ്ട ഒരു സാധനത്തെ ഈ 1000% ഒക്കെ ടാക്സ് ഇട്ട് 60 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 600 രൂപയ്ക്കൊക്കെ കൊടുത്ത് മനുഷ്യന് ഏത് ലോകത്ത് ജീവിക്കാൻ പറ്റുമെന്നാണ് ഇത് പറയുന്നത്. ഇതിനെയൊക്കെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ എതിർപ്പിൽ യാതൊരു ന്യായീകരണവും ഇല്ല. ലോകം മുഴുവൻ പള്ളികളിൽ പണ്ടത്തെ സോഷ്യൽ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു, സോഷ്യൽ ക്ലബ്ബുകളിൽ കള്ളുണ്ടായിരുന്നു, മദ്യമുണ്ടായിരുന്നു. സഭയൊന്നും ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പൊ ചില പ്രദേശങ്ങളിൽ മദ്യക്കടകൾ തുറക്കാൻ, ഇപ്പൊ മലബാർ മേഖലയിലൊക്കെ ചില സ്ഥലങ്ങളിൽ
മദ്യശാലകൾ തുറക്കാൻ പറ്റിയാലെന്നൊക്കെ പറഞ്ഞ് ഏത് കാലഘട്ടത്തിലേക്കാണ് മനുഷ്യനെ നയിച്ചുകൊണ്ട് പോകുന്നത്? അതുകൊണ്ട് ഇതൊരു ഹോം ഡെലിവറി ആയിട്ട് നടക്കുന്നത് സർക്കാരിനൊരു വരുമാനമാണ്. സർക്കാർ ഇതിന്റെ വില കുറച്ച് പാവപ്പെട്ടവർക്ക്, അധ്വാനിക്കുന്നവർക്ക്, അവരുടെ ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്തിന് അവർക്ക് റിലാക്സ് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ട രീതിയിൽ തുച്ഛമായ രീതിയിൽ മദ്യം എന്ന് പറയുന്നത് നല്ല മദ്യം എന്നല്ല പറയണത്. ഈ കള്ളവാറ്റിലും മറ്റേ സയനൈഡും പാറ്റയും കോഴിയും ഇതിനൊക്കെ ഇട്ട് വാറ്റിയെടുക്കുന്ന സാധനങ്ങൾ പാവങ്ങൾ കുടിക്കുന്നതിനേക്കാളും നല്ലത് കൊടുക്കുന്നതാണ്. ലോകത്തെല്ലായിടത്തും വിജയകരം. ഗുജറാത്തിലെ മദ്യനിരോധനം ഇപ്പോഴും മദ്യനിരോധനമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ മദ്യം സുലഭമായിട്ട് കിട്ടും. ഇത് കുറെ കള്ളക്കടത്തുകാർക്കും കരിഞ്ചന്തക്കാർക്കും ഇതിന് പണം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതല്ലാതെ യാതൊരു വിധത്തിലുള്ള പോസിറ്റീവായിട്ടൊരു മെസ്സേജും ഈ ഒരു മദ്യനിരോധനത്തിന് വേണ്ടി വാദിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇങ്ങനെ നടത്തുന്നതിനെ കുറിച്ചോ പറയുന്ന ആൾക്കാർക്കോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് നിങ്ങളുടെ അഭിപ്രായം. എന്താണ് പറ്റീഷ ഇതിനെ കുറിച്ച് പറയുന്നത്? നിങ്ങൾ പ്രത്യേകിച്ച് തീരദേശത്ത് നിന്ന് പറ്റീഷ അറിയാലോ. തീരദേശത്തൊക്കെ ഈ മദ്യനിരോധനത്തിനെ അനുകൂലിക്കുന്ന ആൾക്കാർ പറയുന്ന ഒരു കാര്യമായിരുന്നു, തീരദേശത്തെ പാവങ്ങൾ അവർക്ക് കിട്ടുന്ന പൈസ മുഴുവൻ കൊണ്ടുപോയി കള്ളു കുടിച്ചു കളയാണ്, കുടുംബത്തേക്ക് അരി കൊണ്ടുവരുന്നില്ല എന്നൊക്കെയുള്ള ഒരു പരാതിയായിരുന്നു അന്ന് എക്കാനനി പോലും ഈ ചാരായ നിരോധനത്തിന് വേണ്ടി പറഞ്ഞ ഒരു ന്യായീകരണം. എന്താണ് പറ്റീഷയുടെ ഒരു അഭിപ്രായം? അന്ന് അങ്ങനെ ഒരു ചാരായ നിരോധനം ഏർപ്പെടുത്തിയപ്പോഴ് അതൊരു സത്യാവസ്ഥയാണ്. ഒരു സൈഡിൽ നമ്മൾ പറയുമ്പോഴത്തേന് അതൊരു സത്യാവസ്ഥയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭൂരിഭാഗം വീടുകളിലും ചാരായം അല്ലെങ്കിൽ ചാരായ നിരോധനമാണ് ഉണ്ടായത്. മറ്റ് മദ്യങ്ങളുടെ നിരോധനം അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നത് ഈ ചാരായം എന്നുള്ള സാധനം ഈ ഒരു പ്രത്യേക അല്ലെങ്കിൽ എന്താ പറയാ ഒരു എസ്പെഷ്യലി ഒരു വൾനറബിൾ ഗ്രൂപ്പ്സ് മാത്രമാണ് ഇത് കഴിക്കുന്നതെന്നുള്ള ഒരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നു. അതിന്റെ പുറത്താണ് എന്താണ് ആ ഒരു ചാരായ നിരോധന നിയമം കൊണ്ടുവന്നതും. അപ്പൊ കാശിങ്ങനെ അതിലേക്ക് ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ എന്നുവെച്ചാൽ തുച്ഛമായ ശമ്പളം കയ്യിൽ കിട്ടുമ്പോഴത്തേനും അവര് ആ കാശ് വീടുകളിൽ കൊടുക്കാതെ ഈ ഇതിലേക്ക് അവര് പിന്നെ അവരുടെ എന്താ പറയാ അഡിക്റ്റ് ആയിട്ട് അവര് ഈ പൈസ ഇതിലേക്ക് പോകുന്നു. അപ്പൊ വീടുകൾ പട്ടിണിയാവുന്നു. അപ്പൊ അവിടെയുള്ള അമ്മമാർക്ക് കൂടുതലായിട്ട് അവർക്ക് പിന്നെ ജോലി ചെയ്യേണ്ടി വരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്നു. പിന്നെ ബാക്കി അതിനോട് അനുബന്ധിച്ച് ഈ ലഹരി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മദ്യത്തിന് അടിമകളായിട്ടുണ്ടാകുന്ന ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങൾ അത് പിന്നെ അവരത് സഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഒരു പോയിന്റ് ആണ് അത്. പക്ഷെ അത് ഈ നിരോധനം ഏർപ്പെടുത്തിയപ്പോഴത്തേനും ഉണ്ടായ ഇമ്പാക്റ്റുകൾ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേനും അന്ന് ഉപയോഗിച്ചിരുന്നതിനേക്കാൾ ഏറെ ഉപയോഗം കൂടി, പൈസ കൂടുതലായിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് മാറ്റേണ്ടി വന്നു. കാരണം അന്ന് എത്രയാണോ കാശ് കൊടുത്തിരുന്ന ചാരായം വാങ്ങിയിരുന്നത് അതിനേക്കാൾ ഏറെ വിദേശ മദ്യത്തിന് ഗവൺമെന്റ് ഡിസ്റ്റിലറികളിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഔട്ട്ലെറ്റുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള കടകളിലൊക്കെ പോയോ അല്ലെങ്കിൽ കള്ള ഇതായിട്ട് പോയി വാങ്ങിയോ കഴിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ജനങ്ങൾ എത്തിപ്പെട്ടു. ഇനി ഇതില് ഇപ്പോ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന നയം എന്ന് പറയുന്നത് വീടുകളിലേക്ക് പിന്നെ എന്താ പറയാ എത്തിക്കുക എന്നുള്ളതാണ്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വണ്ടി ഓടിച്ച് ആൾക്കാര് അപകടത്തിൽ എത്തപ്പെടരുത്, വീട്ടിൽ തന്നെ. ഇപ്പൊ ജിൻസ് പറഞ്ഞതുപോലെ ഇത് പിന്നെ ഈ മദ്യം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ആൾക്കാരെല്ലാരും കൺസംഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എല്ലാരും തന്നെ വെള്ളം അടിച്ച് സ്ഥിരമായിട്ട് വണ്ടി ഓടിച്ച് അപകടത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇവിടെ ആൾക്കാർക്ക് അത് എങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയാം, എത്ര കഴിക്കണമെന്നറിയാം, ഓരോരുത്തർക്കും അത് എങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയാം. നമ്മളിപ്പോ അത് മദ്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേനും വിസ്കി എപ്പോഴാ കഴിക്കേണ്ടത്, റം എപ്പോഴാ കഴിക്കേണ്ടത്, ബാക്കിയുള്ള പിന്നെ കാര്യങ്ങളൊക്കെ എപ്പോഴാ കഴിക്കേണ്ടത്, എങ്ങനെയാ കഴിക്കേണ്ടത്, എന്ത് ചേർത്താ കഴിക്കേണ്ടത്, എത്ര അളവിലാ കഴിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒരു ഐഡിയ ഉണ്ട് ആൾക്കാർക്ക്. അതിന്റെ ലിമിറ്റ് കഴിഞ്ഞു പോകുമ്പോഴാണ് പ്രശ്നമാകുന്നത്. നമ്മളുടെ അവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുപ്പി എടുത്തു കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ അന്നത്തെ ആ നിമിഷം തന്നെ അടിച്ചു തീർക്കുക എന്നുള്ളതാണ്. അത് ഒരാളായാലും രണ്ടാളായാലും മൂന്നാളായാലും അടിച്ചു തീർക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. സോ ഇതിപ്പോ ഈ എളുപ്പത്തിലുള്ള ഒരു ആക്സസ് കിട്ടുമ്പോഴത്തേനും ഉപഭോഗത്തിന് വർധന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഞാൻ ഈ പറഞ്ഞതുപോലെ വൾനറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ്സുകളിൽ, അതായത് ഒരു ദുർബല വിഭാഗങ്ങൾക്കിടയിൽ അത് കൂടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കപ്പാസിറ്റി കുറഞ്ഞ, അത് മെന്റലിയും ഫിസിക്കലിയും കപ്പാസിറ്റി കുറഞ്ഞ ആൾക്കാർക്കിടയിൽ ഇതൊരു പ്രശ്നത്തിന് സാധ്യത ഉണ്ടാക്കാം. പിന്നെ കുടുംബങ്ങളിൽ അതൊരു എത്രത്തോളം ആഘാതം ഉണ്ടാക്കും എന്നുള്ളത്, ഇത് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് പോയി അതിന്റെ ചെലവ്, ഓട്ടോയിൽ പോകുന്ന ചെലവ്, അത് കഴിഞ്ഞ് അവിടെ അവര് മേടിക്കുന്ന ചെലവ്, പിന്നെ അത് കഴിഞ്ഞ് അല്ലെങ്കിൽ അവിടെ അവരത് കഴിക്കുന്ന ചെലവ്, തിരിച്ചു വരുന്ന ചെലവ്, ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേനും അവർക്ക് കുറച്ച് പൈസ അവിടെ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഇതിപ്പോ വീട്ടിൽ ഇരുന്ന് തന്നെ
അവർക്ക് നടന്നുപോയി റോഡിൽ ഈ വണ്ടി വെഹിക്കിൾ വരുമ്പോഴത്തേനും അവിടെ പോയി മേടിച്ച് കൊണ്ടുവന്ന് കഴിക്കാൻ വരുമ്പോൾ കുറച്ചുകൂടെ ആക്സസബിൾ ഈസിയാണ്. സോ അത് എത്രമാത്രം കുടുംബങ്ങളിൽ ആ ഒരു പ്രശ്നം, കാരണം അവർ കണ്ടുകൊണ്ടിരിക്കണം. മറ്റെന്ന് പറഞ്ഞാൽ ഈ ഇത് കഴിച്ചിട്ട് വരുമ്പോൾ മാത്രമേ അവർക്ക് വീട്ടിലുള്ളവർ മനസ്സിലാക്കുന്നുള്ളൂ. കാരണം വീട്ടിലുള്ള ഭൂരിഭാഗം പെണ്ണുങ്ങളും ഇതിന് എതിർപ്പാണ് കൂടുതൽ കഴിക്കുന്നതിനോട്. ഇതിപ്പോ ഒരു സാമ്പത്തിക സമ്മർദ്ദം അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എന്റെ മനസ്സിൽ വന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഈ ഔട്ട്ലെറ്റുകളിൽ ചെന്ന് മേടിക്കുമ്പോഴത്തേനും കുട്ടികൾ പ്രായപൂർത്തി ആകാത്തവരുടെ ഐഡിയോ കാണിച്ചിട്ടായിരിക്കും അവിടെ വാങ്ങുന്നത്. നമ്മളുടെ ഇവിടുത്തെ പോലെ എനിക്ക് അത് അത്ര കൃത്യമായിട്ട് അറിയത്തില്ല, ഞാൻ വാങ്ങാത്തത് കൊണ്ട് എനിക്ക് അറിയത്തില്ല. അപ്പൊ ID കാണിച്ചിട്ടായിരിക്കണമല്ലോ അവിടെ. കള്ളത്തരം പറയരുത്. ഇതിനെ കുറിച്ച് ബ്രാൻഡി, വിസ്കി, വോഡ്കയൊക്കെ എങ്ങനെ കഴിക്കുന്നത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. വാങ്ങിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഇവിടെ വാങ്ങുമ്പോഴത്തേനും വൈനായാലും എന്ത് വാങ്ങിച്ചാലും നമ്മൾ ഇവിടെ വാങ്ങുമ്പോൾ നമ്മള് ഈവൻ ഒരു ബിയർ വാങ്ങിയാൽ പോലും, നമ്മൾ ഒരു വൈൻ ബോട്ടിൽ വാങ്ങിയാൽ പോലും, നമ്മൾ ഏതൊരു ഗ്രോസറി സ്റ്റോറിലാണെങ്കിൽ പോലും നമ്മളുടെ ID അവര് ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയത്തില്ല. കാരണം ഞാൻ അവിടെ നിന്ന് മേടിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത് ലഭ്യതക്കുറവ് കൊണ്ടാണ് സാഹചര്യം ഉണ്ടായിട്ടില്ല എനിക്ക്. അപ്പൊ അവിടെ ഇനിയിപ്പോ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ID കാണിക്കണോ? അപ്പൊ പിന്നെ ഈ നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് വെഹിക്കിൾ വരുമ്പോഴത്തേനും അതിന്റെ ഒരു പിന്നെ എന്താ പറയാ, എങ്ങനെയായിരിക്കും അതെങ്ങനെയാണ് അവര് കുട്ടി ഇത് കാണിക്കുന്നത്? ഇതെല്ലാം സെയിം ഇതിൽ തന്നെ നടക്കുവോ? അപ്പൊ ആ കൺസെപ്ഷൻ കൂടാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയുള്ള ഒരു ചിന്തയൊക്കെ എന്റെ മനസ്സിൽ പോകുന്നുണ്ട്. പിന്നെ കൂടാതെ എനിക്ക് വരുന്ന വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ തന്നെ നമ്മളുടെ പ്രത്യേകിച്ച് നമ്മളുടെ കേരളത്തിലുള്ള ലിവർ സിറോസിന്റെ ആ രോഗത്തിന്റെ ഒരു ഇൻക്രീസ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അത് മദ്യപാനം മാത്രമല്ല ഒരു കാരണം, ബാക്കിയുള്ള എക്സസൈസ് ഇല്ലാത്തതും പിന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ കഴിക്കുന്നതും ഒക്കെ ഒരു റീസൺ ആയിട്ടാണ് അതിനെ കാണുന്നത്. പക്ഷെ ഇത് കുറച്ചുകൂടി ഈസി ആക്സസ് ആകുമ്പോഴത്തേനും ആൾക്കാർക്ക് ഇതിൽ അഡിക്ഷൻ വന്നു കഴിഞ്ഞാല് നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ റീസെന്റ് ആയിട്ട് ഞാൻ 1-2 ഇത് കേൾക്കാനിടയായി. അതിൽ പറയുന്നുണ്ട്, നമ്മളുടെ ഉപബോധ മനസ്സാണ് നമ്മളെ കൊണ്ട് ഈ അഡിക്ഷനിലേക്ക് ആക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എത്ര തന്നെ നമ്മൾ വേണ്ടെന്ന് വെച്ചാലും നമ്മളുടെ ഉപബോധ മനസ്സ് നമ്മളെ കൊണ്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ വാങ്ങി കഴിച്ചു പോകുമായിരിക്കും. ഇപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും ഇങ്ങനെയുള്ള പിന്നെ ഈ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഈ കരൾ രോഗങ്ങളൊക്കെ കൂടാനും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകുമെന്നുള്ള ഒരു പേടിയും എനിക്കുണ്ട്. പിന്നെ നമ്മളുടെ അവിടുത്തെ ഒരു സംസ്കാരം അല്ലെങ്കിൽ നമ്മളുടെ ഒരു നമ്മുടെ അവിടുത്തെ ഒരു കൾച്ചർ, മതപരമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാരും ഇതിനെ എതിർക്കാനാണ് സാധ്യത കൂടുതൽ. ഇപ്പൊ പറഞ്ഞ പോലെ KCBC ഓൾറെഡി എതിർത്തിട്ടുണ്ട്. പല കമ്മ്യൂണിറ്റികളും ഇതിനെ എതിർക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളുടെ മലയാളികളെ സംബന്ധിച്ച് ഞാൻ കണ്ടിടത്തോളം ഇരുട്ടത്തെല്ലാം ചെയ്യും, പകലിൽ അവർ ചെയ്യത്തില്ല. പകലിൽ ചെയ്യാൻ അവർക്ക് പേടിയാണ്, ഇരുട്ടത്താണെങ്കിൽ അവരെല്ലാം ചെയ്യും. അതുപോലെ തന്നെയാണ് നാട്ടിലൊന്നും ചെയ്യത്തില്ല. പക്ഷെ അവർ നാട് വിട്ടിട്ട് അടുത്ത സ്റ്റേറ്റിലും എല്ലാം ചെയ്യും, അടുത്ത നാട്ടിൽ പോയി അടുത്ത രാജ്യത്ത് പോയോ എല്ലാം ചെയ്യും അവര്. അപ്പൊ അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം അവർക്ക് സ്വന്തം നാട്ടിൽ എനിക്ക് തോന്നുന്ന സമൂഹത്തെ പേടിയാണ്. അവർ സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. സമൂഹത്തിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ, അവർ സ്വയം സാറ്റിസ്ഫൈ ചെയ്യാൻ ജീവിക്കുന്ന ആൾക്കാരല്ല, സമൂഹത്തിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ജീവിക്കുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് ഇതിനെ എനിക്ക് പിന്നെ എന്താ പറയാ, സപ്പോർട്ട് ചെയ്യണോ എതിർക്കണോ, ഞാനൊരു എന്താ പറയാ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് മിഡിൽ നിൽക്കുവാണ്. ഇനി ഷാജിന് ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഷാജിന് പറയാം. ഇപ്പൊ എനിക്ക് മനസ്സിലായിടത്തോളം ഇതിപ്പോ ഒരു പ്രപ്പോസൽ സ്റ്റേജിലാണ്. കേരള ബെവറേജസ് കോർപ്പറേഷൻ ബെവ്കോ ഇങ്ങനെ ഒരു പ്രപ്പോസല് കൊടുത്തിരിക്കുകയാണ് കേരള സർക്കാരിന്. ഓൺലൈൻ ഹോം ഡെലിവറി ഓഫ് ലിക്കർ അല്ലെങ്കിൽ ആൽക്കഹോളിന്റെ മദ്യത്തിന്റെ ഓൺലൈൻ ഡെലിവറി നടത്തുവാനായിട്ട് ഒരു പ്രപ്പോസൽ ബെവ്കോ കൊടുത്തിരിക്കുകയാണ്. അതിന്റെ പിന്നിലുള്ള പ്രധാന കാരണങ്ങളായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, സർക്കാരിന് ഇതുവഴി വരുമാനം, റവന്യൂ കൂടും. 2, ഇപ്പോൾ ഈ മദ്യ വിപണനശാലകളിൽ പ്രത്യേകിച്ച് ബെവ്കോയുടെ ഔട്ട്ലെറ്റുകളിലുള്ള നീണ്ട ക്യൂ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ, നമ്മൾ ഈ ബെവ്കോയുള്ള സ്ഥലത്തൂടൊക്കെ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മളൊന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ സർക്കാർ ഇവരെ കൊണ്ടാണ് നിന്നു പോകുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. എന്താ പറയാ, മൂടി വെക്കപ്പെട്ടിരിക്കുന്ന ഒരു സത്യമാണ്. പക്ഷെ ഈ മദ്യപാന്മാരെ കൊണ്ടാണ്
സർക്കാരിന്റെ മേജർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ളത് അറിയാം. കാരണം 278ഓളം കണക്ക് പ്രകാരം ഏതാണ്ട് ഓൾമോസ്റ്റ് 278 or 280 ഔട്ട്ലെറ്റ്സ് ആണ് ബെവ്കോയ്ക്കുള്ളത്. അപ്പോ ഈ ഒരു പുതിയ ഒരു പ്രപ്പോസൽ, പുതിയതെന്ന് പറയാൻ പറ്റുന്നില്ല, കാരണം ഈ കോവിഡിന്റെ സമയത്ത് എനിക്ക് തോന്നുന്നു ഇവര് ഒരു വിർച്വൽ ക്യൂ ഒക്കെ ജനറേറ്റ് ചെയ്ത് ഡെലിവറി ഒക്കെ നടത്താനൊക്കെ നോക്കിയായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ചലഞ്ചാണ്. ഒന്ന്, ഇതിന്റെ ID വെരിഫിക്കേഷൻ ഓൺലൈൻ വഴി നടത്തി ഓൺലൈൻ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ ലിക്കർ അറ്റ് ഹോം ജസ്റ്റ് ലൈക്ക് എനിത്തിങ് എൽസ്. അപ്പൊ ഇതിന് ഉള്ള ദൂഷ്യവശങ്ങളെ കുറിച്ചൊക്കെ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ലഭ്യത കൂടും. ലൈക്ക് ബിവറേജിൽ പോയി നിൽക്കേണ്ട ആവശ്യം വരില്ല, അല്ലെന്നുണ്ടെങ്കിൽ ലൈൻ നിൽക്കേണ്ട ആവശ്യം വരില്ല. ഇതിന്റെ ഒരു അപകടം എന്ന് പറയുന്നത് 23 വയസ്സുള്ള കുട്ടികൾ ഇത് ഓൺലൈനിൽ കൂടി ID വെരിഫൈ ചെയ്ത് ഓർഡർ ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തിലൊക്കെ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് അതിനകത്തിലൊക്കെ മാൽ പ്രാക്ടീസ് നടത്താനായിട്ട് ഒരു പാടുമില്ല. ഇറ്റ്സ് വെരി ഈസി അല്ലെ? കേരളത്തിൽ ഇപ്പം ഈ ഡ്രഗ് മാഫിയ കേരളത്തെ പിടിമുറുക്കി വരിഞ്ഞ് കെട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഏജ് ഒന്നും ഒരു വിഷയമല്ല. അപ്പൊ എന്റെ ഒരു ഭയം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സർക്കാർ അതിന്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ അതിന്റെ ഈ പറയുന്ന ഈ ഏജ് വെരിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങളുടെ അതിന്റെ ഒരു സെക്യൂരിറ്റി, അതിന്റെ റിലയബിലിറ്റി ഒക്കെ സർക്കാർ വളരെ സൂക്ഷിച്ച് ചെയ്തില്ല എങ്കിൽ അതൊരു വലിയ വിപത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം കൊച്ചു കുട്ടികൾ, അതായത് ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഈ സാധനം വേറെ എവിടെയെങ്കിലും ആരുമില്ലാത്ത, മാതാപിതാക്കളൊക്കെ ഇല്ലാത്ത ഇടത്ത് ഒക്കെ ഓൺലൈൻ ചെയ്ത് വരുത്താനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു കാര്യം. ഒരുപക്ഷെ അവർ ചിലപ്പം ഈ മറ്റേ വിർച്വൽ വീഡിയോ വെരിഫിക്കേഷൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കാം. ഇപ്പൊ ഈ AI ടെക്നോളജി ഒക്കെ വളർന്നു വരുന്നതുകൊണ്ട് അതിനൊക്കെ സാധ്യമാകും. അപ്പൊ എന്തൊക്കെയായാലും എനിക്ക് തോന്നുന്നത് സർക്കാരിന്റെ ഒരു റവന്യൂ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വരുമാനം കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. മദ്യ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം കൂടാനായിട്ട് സാധ്യതയുണ്ട്. എന്നാലൊരു സോഷ്യൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോഴും അതിന്റെ ലഭ്യതയ്ക്കൊന്നും കുറവൊന്നുമില്ല, കുട്ടികൾക്കും ഒക്കെ മദ്യം ലഭിക്കുന്നുണ്ട്. അതാണ് അതിന്റെ എനിക്ക് ജനറലി പറയാനുള്ള ഒരു കാര്യം. പിന്നെ മുമ്പേ പട്രീഷ്യ പറഞ്ഞതുപോലെ ഒരു റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഒട്ടുമിക്ക ആളുകൾക്കും ഇല്ല. ഇപ്പൊ ഇവിടത്തെ എല്ലാ റെസ്റ്റോറൻറ്റുകളും, ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റുകളിലും ഇവിടെ അത് ലഭ്യമാണല്ലോ. നമ്മൾ ചില്ലീസിൽ പോയാലും, അതുപോലെ തന്നെ മെയിൻ ഇവന്റിൽ പോയാലും, കുട്ടികളെ കൊണ്ട് പോയാലും, ഇവിടെ പോയാലും അത് ലഭ്യമാണ്. പക്ഷെ അവിടെ ഒരു റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് ഉണ്ട്. എന്നാൽ ചില വ്യക്തികൾ, അത് വളരെ ചുരുക്കം വ്യക്തികൾ, ഒരു പരിധി വിട്ടും ഇറസ്പോൺസിബിൾ ആകുന്നത് ചില സമയത്തെങ്കിലും ഞാൻ കണ്ടിട്ടുമുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു നല്ല ശതമാനം ആളുകളും റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് അല്ല. അതുകൊണ്ട് സംഭവിക്കുന്ന ഒത്തിരി ഭവിഷ്യത്തുകളുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പരിധിയില്ലാതെ, കണക്കില്ലാതെ മദ്യപിച്ച്, അതെനിക്ക് തോന്നുന്നു കൂടുതലും സംഭവിക്കുന്നത് ഈ പാവപ്പെട്ട ഡെയിലി വേജസ് ആയിട്ടുള്ള ആളുകൾ. അവർ പോയിട്ട് വില കുറഞ്ഞ മദ്യം വാങ്ങിക്കുന്നു. അവർക്ക് അതിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ അവർക്കത് കഴിക്കണം. അവരത് കഴിക്കാനായിട്ട് അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അഡിക്ഷൻ, അതൊക്കെയാണ് അവർ അതിന് പ്രലോഭിപ്പിക്കുന്നത്. അപ്പം അതൊരു എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഇനിയും അക്കാര്യത്തിൽ കുറച്ചുകൂടെ ഒരു ക്യാമ്പയിനിങ് നടത്തേണ്ടിയിരിക്കുന്നു. റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്ങിനെ കുറിച്ച് ഗവൺമെന്റ് ഒന്നെങ്കിലും ഒരു ക്യാമ്പയിൻ നടത്തണം. ഇല്ലെങ്കിൽ ഇത് വിൽക്കുന്ന ഇടങ്ങളിൽ അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇത് ലഭ്യമാകാതിരിക്കാനായിട്ടുള്ള സാഹചര്യം സർക്കാർ ഒരുക്കണം. എന്തായാലും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു റവന്യൂ ഇൻക്രീസ് ഉണ്ടാവും. പിന്നെ കുറച്ച് ലോജിസ്റ്റിക്കൽ ഇഷ്യൂസ് കുറച്ച് സർക്കാരിന് കുറയ്ക്കാനായിട്ട് സാധിക്കും. മറ്റുള്ള ദൂഷ്യവശങ്ങളൊക്കെയാണ് ഇപ്പോൾ
KCBC അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കേരളത്തിലെ മറ്റ് പിന്നെ റിലീജിയസ് ഓർഗനൈസേഷൻസ് ഒക്കെ റേസ് ചെയ്യുന്ന കൺസേൺസ്, സോഷ്യൽ ഇഷ്യൂസ് അത് തന്നെയാണ്. അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ബാറുകൾ അനുവദിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ചാരായ നിരോധനത്തിന്റെ കാര്യത്തിലും ഒക്കെ ക്രിസ്ത്യൻ സഭകളൊക്കെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇപ്പോഴും എടുക്കും. ജിൻസിന് അതിനകത്തിൽ പിന്നെ എതിർപ്പാണുള്ളത്. സഭ അക്കാര്യത്തിലൊന്നും ഇടപെടണ്ട എന്നുള്ളതാണ് ജിൻസിന്റെ അഭിപ്രായം. അല്ല, എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ പല കാര്യങ്ങളിലും എതിരഭിപ്രായമുണ്ട്. കാരണം കൃത്യമായിട്ട് നിങ്ങൾ കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കലായിട്ട് ലോജിക്കലായിട്ട് ലഭ്യത കുറവ് എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് ഒരു നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലഭ്യത കുറച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും മദ്യപാനം കൺട്രോൾ ചെയ്യാൻ പറ്റിയല്ല. ഒന്നെന്ന് പറയുന്നത് ഈ മദ്യത്തെ പല രാജ്യങ്ങളിൽ പോലും അതിനൊരു ലഹരിയായിട്ട് പോലും കണക്കാക്കുന്നില്ല. വളരെ ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ ഹാർഡ് ലിക്കർ എന്ന് പറയുന്നത്, വിസ്കി ബ്രാൻഡിയൊക്കെ 40% കൂടുതലുള്ള കഴിക്കുന്നത്. പല വിദേശ രാജ്യങ്ങളിലും കൂടുതലും കഴിക്കുന്ന ബിയറാണ്. അതായത് 3.5 തൊട്ട് 6% വരെ ആൽക്കഹോൾ കണ്ടന്റുള്ള ബിയറാണ് അവർ കഴിക്കുന്നത്. അത് അവരുടെ ഭക്ഷണത്തിന്റെ, അവരുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഇപ്പൊ നമ്മളറിയാം, വെസ്റ്റേൺ കൺട്രീസ് എന്ന് പറയുന്ന പല രാജ്യങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഒരു 30 ml ആൽക്കഹോൾ കൂടെ നല്ലൊരു മോക്ടെയിൽ അല്ലെങ്കിൽ കോക്ടെയിൽ ഉണ്ടാക്കി അവർ കഴിക്കുന്ന പല രാജ്യങ്ങളുണ്ട്. പക്ഷെ ഇവരൊന്നും അഡിക്റ്റ് ആവുന്നില്ല. ഈ ലഭ്യത കുറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നിരോധനം വരുമ്പോൾ ആൾക്കാർക്ക് ഇതിനോട് കുറച്ചുകൂടെ അട്രാക്ഷൻ വരുന്നു. പിന്നെ ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ ഒരു സാധനത്തോടും അഡിക്ഷൻ ഇല്ല. നമ്മൾക്ക് എല്ലാവർക്കും ഒരു സെൽഫ് കൺട്രോൾ ഉണ്ട്. നമ്മൾ പറയാം ഇപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് എന്തെല്ലാം സാഹചര്യങ്ങളോട് നമുക്ക് താല്പര്യമുള്ള പലതിനോടും ഒക്കെ നമ്മുടെ ഒരു കൺട്രോള്, അത് സ്റ്റേറ്റ് എൻഫോഴ്സ് ചെയ്യുന്ന കൺട്രോൾ ഉണ്ട്. നമ്മൾ സെൽഫായിട്ട് നമ്മൾ വെച്ചേക്കുന്ന ബൗണ്ടറികളുണ്ട്. അതുകൊണ്ട് ഈ ഒരു സാധനത്തെ പറഞ്ഞ കേരളം പോലെയുള്ള കുറച്ചുകൂടെ, ഞാൻ പറയാം കേരളം എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ത്യയിൽ മൊത്തത്തിൽ പറയുകയാണ്. അപ്പൊ അങ്ങനെ കേരളത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന ജോലികളുള്ള ഒരു വലിയ യുവതലമുറയുണ്ട്. ആ യുവതലമുറയ്ക്ക് അവരുടെ അധ്വാനം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു നൈറ്റ് ലൈഫോ സോഷ്യലൈസ് ചെയ്യാനുള്ള ഒരു അവസരം വേണം. ആ സോഷ്യലൈസ് ചെയ്യാനൊരു ഭാഗമായിട്ട് ഇപ്പം നിങ്ങൾ ഇതിനൊരു കൺട്രോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മറ്റുള്ള മയക്കുമരുന്നുകളിലേക്ക് ആൾക്കാർ തിരിയും. ഞാൻ കുട്ടികൾ തിരിയുന്നു എന്നല്ല പറഞ്ഞേ, പിള്ളേരുടെയൊക്കെ കാര്യം. അതിനൊക്കെ നമ്മൾ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ പറ്റീഷ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഈ പാവപ്പെട്ട വീടുകളിലേക്ക് പറ്റീഷ ആ കാലമൊക്കെ പോയി. 10-25 വർഷം 30 വർഷം മുമ്പ് അത് അങ്ങനെ ചെയ്യുന്ന ഒരു സമയത്ത് ഒരു വീട്ടിലേക്ക് ഒരു തൊഴിലാളിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 100 രൂപ 150 രൂപയായിരുന്നെങ്കിൽ അന്ന് അവര് അത് കള്ളിന് വേണ്ടി മുടക്കുന്നത്. ഇന്ന് ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ചിരുന്നാണ് അത് കഴിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ പണിയെടുത്ത് വന്ന്, പണ്ടത്തെ കാലമൊന്നുമില്ല, ഇന്നത്തെ തലമുറ കാലം മാറി. അപ്പം ഈ കാലം മാറിയതിനനുസരിച്ച് കഴിക്കുന്നവരുണ്ടാവും. ഇപ്പൊ എത്ര മാത്രം ലഭ്യത കൂട്ടിക്കഴിഞ്ഞാലും ഇത് ഇഷ്ടമല്ലാത്ത, ഇപ്പൊ ഞാൻ പറയും ഇവിടെയൊക്കെ ഇവിടുത്തെ യങ് ജനറേഷൻ അവര് പുകവലിക്കുകയില്ല, കള്ളു കുടിക്കുകയും ചെയ്യാത്ത എത്രയോ ഉണ്ട്. അമേരിക്കയിൽ ഇതിന് വല്ല ലഭ്യത കുറവുണ്ടായിട്ടാണോ ഇരിക്കുന്നത്? അപ്പൊ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഒരു സാധനത്തെ കുറിച്ച് ഇതിനെ ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതല്ല, കുറച്ചുകൂടെ ലിബറലായിട്ട് അത് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത് സോഷ്യലൈസ് ചെയ്യാനായിട്ട് അത് ചെയ്യണം. അതിന് പകരം ഇല്ലെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും? അത് റീപ്ലേസ് ചെയ്യും. അത് റീപ്ലേസ് ചെയ്യണ എന്തൊക്കെയായിരിക്കും? ഇതിലും ഹാർഡായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള മയക്കുമരുന്നുകളോ അല്ലെങ്കിൽ ഇപ്പൊ വാറ്റി കുടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന, അങ്ങനെയുള്ള അവസരം കൊണ്ടുവരാല്ല. ഈ സർക്കാരിന് വേണ്ടല്ലോ. സർക്കാർ ഇതിന്റെ അത് ചെയ്യുന്നത് ഈ മദ്യം കഴിക്കുക എന്ന് പറയുന്നത് ഒരു പാപമല്ല എന്നുള്ളത് പോലെ തന്നെ അത് ഒരു കടയിൽ നിന്ന് ഒരു കൊമോഡിറ്റിയാണ്. അത് മേടിച്ച് അവന്റെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് അവന് കടയിൽ പോയി ആ സാധനം അവന്റെ അവശ്യ വസ്തുക്കൾ മേടിക്കുന്ന പോലെ തന്നെ മേടിച്ച് അന്തസ്സായിട്ട് അത് മേടിച്ച് അവർക്ക് അന്തസ്സായിട്ട് അത് കുടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അതായത് 1000% ടാക്സ് വെച്ചിട്ട് അവർ കുടുംബത്തിൽ പ്രശ്നം, അവൻ 1000% ടാക്സ് ഒരു 100% ടാക്സ് ആക്കി കഴിഞ്ഞാൽ ആ എത്ര പൈസ സേവ് ചെയ്യാൻ പറ്റും? എന്തേലും കള്ളുവിന് കുടിക്കാൻ പറ്റും. ഇതിന്റെ അകത്തൊരു 2% അല്ലെ 3% ആൾക്കാരാണ് അഡിക്റ്റ് ആവുന്നത്. അത് ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഇവിടെ നമുക്കറിയാൻ പാടില്ല, ലോസ് ആഞ്ചൽസിലും സാൻ ഫ്രാൻസിസ്കോയിലൊക്കെ ഇപ്പൊ ഈ കെമിക്കൽസ് അടിച്ചിട്ട് ചൊളിഞ്ഞുകൂടി നടക്കുന്ന ആൾക്കാർ റോട്ടിൽ എന്തേരം കിടക്കുന്നു. അതിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അമേരിക്ക പോലെയുള്ള ഒരു വികസിത രാജ്യത്ത് ഷെൽട്ടറുകളുള്ള സ്ഥലത്ത് ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിരിക്കും. ഇത് നിയന്ത്രണം കൊണ്ടല്ല. പിന്നെ നമ്മൾ പറയും ഈ മതത്തിന്റെ ഒരു തിട്ടൂരം അനുസരിച്ച് അത് ഇന്ന പ്രദേശത്ത് വെക്കാൻ പറ്റിയല്ല, അല്ലെങ്കിൽ ഇന്ന നിരോധിക്കണം എന്നൊന്നും പറയുന്നതിൻ്റെ അകത്ത് ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കുക. അതൊരു പുരോഗമന സമൂഹത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം എല്ലാ മതങ്ങളിലുള്ള ആൾക്കാരും കഴിക്കുന്നുണ്ട്. ഇപ്പം പറയാ എല്ലാ മതങ്ങളിലും തന്നെ ഇത് പറയുന്നുണ്ട്. ബൈബിളിലൊക്കെ ആണെങ്കിൽ ഇത് വളരെ കോൺട്രഡിക്ടറി ആണ്. നീ വീഞ്ഞ അല്പം മദ്യം വിവേകത്തെ ഉണർത്തും എന്ന് പറയുന്ന പോലെ തന്നെ നീ മദ്യം കഴിക്കുന്നതിന്റെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കുകയോ ചെയ്താൽ നിന്നെ എന്റെ സഭയിൽ നിന്ന് വിലക്കുന്നതും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് മൊത്തത്തിൽ അതിനകത്തൊരു കോൺട്രഡിക്ടറി ആണ്. കാരണം ഇപ്പൊ ഇസ്ലാമിനെ പറയുവാണെങ്കിൽ പിന്നെ അവർക്ക് ഈ രാജ്യത്ത് ഈ ലോകത്ത് കുടിക്കാൻ പറ്റിയല്ല,
മോളിൽ ചെന്ന് കഴിഞ്ഞാൽ പല്ലവത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പുഴയാണ്, പുഴയ്ക്കകത്തോടെ മുങ്ങി കുളിക്കാം. അപ്പൊ ഇതൊക്കെ ഉള്ള സ്ഥലത്ത് പിന്നെ ഇവിടെ മുങ്ങി കുളിച്ചാൽ തന്നെ പ്രശ്നം ഇരിക്കണേ, ഇവിടെ മുങ്ങി കുളിക്കാമല്ലോ. അതിപ്പോ അവിടെ വരെ പോകേണ്ട വല്ലൊരു കാര്യമുണ്ടോ? നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അന്നേരം നമുക്ക് കിട്ടുമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അവിടെ ഞാൻ പറയാം, സർക്കാർ കുറച്ചുകൂടെ പുരോഗമനപരമായിട്ടാണ് ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നത്. ഒന്ന്, ഇതിന്റെ ടാക്സ് കുറച്ച് ഇത് കഴിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അവർക്ക് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ സർക്കാരിന് വരുമാനം ഉണ്ടാക്കുന്നത് മാത്രമല്ല, പിന്നെ ഇതിന്റെ ലഭ്യത കൂട്ടുക. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കുടിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തായിട്ട് വരുമാനം കിട്ടുക എന്നുള്ളതാണല്ലോ. അപ്പൊ സർക്കാരിന് 1000 അല്ല ഇനിയിപ്പോ 1500% കിട്ടിയാലും സർക്കാരിനെ, പ്രത്യേകിച്ച് കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വേറെ വരുമാനമൊന്നുമില്ലല്ലോ. സർക്കാർ ഒരു പരുവായിരിക്കുകയാണ്, സർക്കാർ പാപ്പരായിരിക്കുകയാണ്, അവിടെ വേറെ വരുമാനമില്ല. അപ്പൊ എങ്ങനെയും അതവരുടെ കഴിവുകേട്, അത് നമ്മുടെ ടോപ്പിക് അല്ലാത്തതുകൊണ്ട് അത് അവരുടെ സർക്കാർ വേറെ ഒന്നും ചെയ്യാൻ അറിയത്തില്ല, അവർക്ക് പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞത്, എന്റെ ഇതിനകത്തിലെ നിലപാടെന്ന് പറയുന്നത്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾക്ക് ചെയ്തു തരുന്ന വലിയ ഒരു ഉപകാരമായിട്ട് നിങ്ങൾ കാണണ്ട. അല്ല, സർക്കാർ ഇപ്പൊ ഈ ചെയ്തു തരുന്ന ഉപകാരം അംഗീകരിക്കുമ്പോഴത്തേനും അതിന്റെ മറുവശം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ജിൻസ് പറഞ്ഞ പോലെ ഇപ്പൊ വീടുകളിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയിപ്പോ അടുത്തൊരു ജനറേഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായി ജോലിക്ക് പോവുകയും നല്ല ശമ്പളം കൈപ്പറ്റി ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് നന്നായിട്ട് ജീവിക്കുന്ന എല്ലാവരും വൈകുന്നേരം ആകുമ്പോ, എല്ലാ വൈകുന്നേരം അല്ല വീക്കെൻഡ് ആകുമ്പോഴത്തേനും ഒന്ന് പാർട്ടി കൂടിയൊക്കെ ഇരിക്കുന്ന ഒരു ജനറേഷനെയാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ കാണുന്നത്. സോ എനിക്ക് പറയാനുള്ളത്, സർക്കാർ ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഡെവലപ്ഡ് കൺട്രി പോലെയോ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേനും സർക്കാർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നിയമങ്ങളിൽ കൂടെ കുറച്ച് എന്താ പറയാ ഒരു കാര്യമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കണം. കാരണം ഒരാൾ പോയി ഒരു ബെവറേജിൽ നിന്ന് ഒരു സാധനം മേടിച്ച് വണ്ടിയിലോട്ട് തിരിച്ചു വരുമ്പോഴത്തേന് അവനെ ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് വണ്ടിയിൽ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അന്ന് അവനെ വണ്ടി തിരിച്ച് ഉടനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുക, അവന്റെ പേരിൽ പെറ്റി ഇടുക, പെറ്റി പൈസ പിടിക്കുക, എന്നിട്ട് ഇനി ഏതെങ്കിലും ഒരു വണ്ടിയായിട്ട് ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ പോയിന്റിലേക്ക് അതാണ് പറയുന്നത്. അതായത് മദ്യപാനികളെ ഇങ്ങനെ പരീക്ഷ ഇപ്പൊ ആ ഒരു ആശയത്തിൽ വന്നു. കാരണം മദ്യപാനികളെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള ഒരു പോയിന്റിലേക്ക് പരീക്ഷ വന്നു കണ്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ഞാനൊരു ന്യൂട്രലിൽ നിൽക്കുന്നതിന്റെ കാര്യം അതുകൊണ്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഒരു 3 മാസം മുന്നേ നടന്നൊരു സംഭവമാണ്. ഒരു പയ്യൻ വണ്ടി ഓടിച്ച് കാർ ഓടിച്ച് പോകുമ്പോഴത്തേനും വേറൊരു വെഹിക്കിൾ വന്നു. ആ വെഹിക്കിളും ഈ വെഹിക്കിളുമായിട്ട് ചെറുതായിട്ടൊന്ന് ഉരസി, അവന്റെ വെഹിക്കിളിന്റെ ഗ്ലാസ് മിററിന് എന്തോ സംഭവിച്ചു. പോലീസ് വന്നു, പോലീസ് ഉള്ള സ്ഥലത്തായിരുന്നു. പോലീസ് വന്നു, 2 കൂട്ടരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു, ഒത്തുതീർപ്പായി. പൈസ അവന് ആവശ്യമുള്ള പൈസ കൊടുത്തു വിട്ടു. ഇവന് ടെസ്റ്റിനൊന്നും കൊണ്ടുപോയില്ല, ബ്ലഡ് ടെസ്റ്റ് ഒന്നും എടുത്തില്ല. എന്നിട്ട് കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേനും ദേ വരുന്നു ടിക്കറ്റ്, ഇവൻ ഡ്രങ്ക് ആൻഡ് ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് അടിച്ചു കൊടുത്തേക്കുന്നു. ഇത് കോർട്ടിൽ പോയി അവസാനം പെനാൽറ്റി അടിക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ ടെസ്റ്റ് ചെയ്തോ? ടെസ്റ്റ് ചെയ്തില്ല. പിന്നെ എങ്ങനെ അറിയാൻ പറ്റുന്നത് നീ കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നത്? അതാ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതാ നിയമങ്ങളിൽ കർശനമായ ഒരു എന്താ പറയാ ഈ ഭയപ്പാടില്ലാതെ ഇപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളം ഇത്രയധികം നമ്മൾ ഈ ലഭ്യത ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇവിടുത്തെ നിയമം പേടിയായതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ടിക്കറ്റ് കിട്ടും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. നമുക്ക് എന്താ ഇവിടെ ലഭ്യത കള്ളുകുടിച്ച് ന്യൂയോർക്ക് സ്റ്റേറ്റിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 40,000-50,000 രൂപ പോയി കിട്ടും. കാരണം വണ്ടി തന്നെ അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ പെനാൽറ്റി കൊടുക്കണം, നമ്മുടെ ലൈസൻസ് ക്യാൻസൽ ആവും. അതുള്ളത് കൊണ്ടാണ്. അതുപോലെ അവിടെ കൊണ്ടുവരട്ടെ നിങ്ങൾ. ഇത് കഴിഞ്ഞ കുറച്ച് എനിക്കൊന്ന് 1-2 വർഷം മുമ്പാന്ന് തോന്നുന്നു, ഒരു ടൂറിസ്റ്റ് കോവളത്ത് ബിവറേജ് കോർപ്പറേഷൻ കുപ്പി മേടിച്ചോണ്ട് സ്കൂട്ടർ റെന്റ് എടുത്ത് സ്കൂട്ടർ ഓടിച്ചോണ്ട് പോയപ്പോ പോലീസുകാർ വട്ടമടിച്ച് കളഞ്ഞു. അത് കാരണം ഈ പോലീസ് ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഇതിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞത് ഈ റെസ്ട്രിക്ഷന്റെ പ്രശ്നം അല്ല. എന്നിട്ട് പുള്ളി ആ കള്ള് ഞാൻ ഇവിടുന്ന് സർക്കാർ തന്ന സാധനം കടയിൽ നിന്ന് മേടിച്ചു, ഞാനൊരു ഫോറിനർ ആണ് എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. അയാൾ ആ കുപ്പി ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഒഴിച്ചു കളഞ്ഞിട്ട് ആ കുപ്പി കളഞ്ഞു. കുറെ തെറിയും വിളിച്ചു, ഇംഗ്ലീഷ് തെറി വിളിച്ചതുകൊണ്ട് അധികം ആൾക്കാർ കേട്ടില്ല. പക്ഷെ ഇപ്പൊ ഇവിടുത്തെ വേറൊരു തമാശ നിയമമുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവിടെ അറിയാലോ, ഇവിടെ ഓടുന്ന വണ്ടിയിലിരുന്ന് കള്ളു കുടിക്കാൻ പറ്റിയല്ല. കള്ളു കുടിക്കുവാൻ നിർത്തിയിട്ടിട്ട് അടിക്കാം, പക്ഷെ നിർത്തിയിട്ടിട്ട് പബ്ലിക് റോഡിൽ നിന്ന് അടിക്കാൻ പാടില്ല. പക്ഷെ വണ്ടി മൂവ് ചെയ്യാൻ പാടില്ല. പക്ഷെ നാട്ടിലത്തെ നിയമം നേരെ തിരിച്ചാണ്. അവിടെ നമുക്ക് വണ്ടി നിർത്തിയിട്ടിട്ട് വെള്ളം അടിക്കാൻ പറ്റിയല്ല, വണ്ടി ഓടുമ്പോൾ വെള്ളം അടിക്കാം, ഓടുന്ന വണ്ടിക്കകത്ത് നിന്ന് വെള്ളം അടിക്കാം. അങ്ങനെ നമ്മുടെ നാട്ടിലെ തലതിരിഞ്ഞ ഒരു നിയമങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള. ഇപ്പൊ ഇതുപോലും ഈ പറഞ്ഞൊരു കാര്യത്തിൽ പോലും എതിർക്കേണ്ട ഒരു കാര്യവും ഇല്ല. കാരണം പരീക്ഷ പറഞ്ഞ പോലെ കള്ളുടിച്ച് വണ്ടി ഓടിച്ച് പോയി ആക്സിഡന്റ് ഉണ്ടാക്കുന്നേക്കാളും ഭേദമാണല്ലോ അവന്റെ വീട്ടില് ഞാൻ അത് പറഞ്ഞത്. ഇപ്പൊ ജിൻസ് പറഞ്ഞതിന്റെ കാര്യം ഞാൻ പറഞ്ഞു തീർത്തില്ല, അന്നേരമാണ് പരീക്ഷ അതിന്റെ കാര്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞത്
സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വീട്ടിൽ ഇരുന്ന് കുടിപ്പിച്ച് സമാധാനമായിട്ട് കുടിപ്പിക്കുക എന്നുള്ളതൊന്നുമല്ല സർക്കാരിന്റെ ലക്ഷ്യം. ഓക്കെ, മദ്യം കഴിക്കേണ്ടവർക്ക് അവർക്ക് കഴിക്കാനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കി കൊടുക്കട്ടെ. കാരണം മദ്യമൊന്നും നമുക്ക് നിരോധിക്കാൻ പറ്റില്ല. ഈ കേരളത്തിലെന്നല്ല ലോകത്തിൽ ഒരിടത്തും മദ്യം നിരോധിക്കാമെന്ന് ഒരു സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാരിന് പറ്റിയ ഏറ്റവും വലിയ പരാജയം അതാണ്. വി എം സുധീരൻ പറഞ്ഞ ഏതോ ഒരു പൊട്ടത്തരത്തിന്റെ അറ്റം കയറി പിടിച്ചതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാരിന് ഈ ഇഷ്യൂസ് മുഴുവൻ ഉണ്ടായത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകണ്ട. ഞാൻ പറഞ്ഞത്, എനിക്ക് പറയാനുള്ള രീതിയിൽ നിങ്ങൾ 1000% ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ സർക്കാർ ഇനിയും അത് കൂട്ടും. കാരണം കേരളത്തിലെ പ്രത്യേകിച്ച് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സമാധാനമായിട്ടിരുന്ന് മദ്യം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനൊന്നും കിട്ടത്തില്ല. നിങ്ങൾക്ക് മദ്യം കുടിച്ചു കഴിഞ്ഞ് നിങ്ങൾ വണ്ടിയെ പോകുമ്പോൾ നിങ്ങൾക്ക് പെറ്റി അടിച്ചു തന്നെങ്കിൽ മാത്രമേ കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് കാശ് കിട്ടുകയുള്ളൂ. നിങ്ങൾ പോകുന്ന വഴിക്ക് പോലീസ് നിങ്ങളെ പിടിച്ചെങ്കിൽ മാത്രമേ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കാശ് കിട്ടുകയുള്ളൂ. അത് മാറി മാറി വരുന്ന സർക്കാരുകൾ ഇങ്ങനെയാണോ ചെയ്യാൻ പോകുന്നത് എനിക്കറിയത്തില്ല. അതിൽ ഇപ്പോഴത്തെ സർക്കാർ ചെയ്യുന്നത് നമ്മൾ വായിച്ചറിവുള്ള പത്രങ്ങളിൽ നിന്നൊക്കെയുള്ള അറിവ് അനുസരിച്ച് കേരളത്തിലെ ഇപ്പോഴത്തെ സർക്കാർ സംവിധാനം ചെയ്യുന്ന ഇതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ബിവറേജസിന്റെയും ബാർ ഹോട്ടലിന്റെയും മുമ്പിലാണ് പോലീസുകാർ പോയി ട്രാഫിക് ചെക്ക് നടത്തുന്നത്. എന്തിനാണെന്നറിയോ? കള്ളു കുടിച്ചിട്ട് വരുന്നവരേത് കാശ് വാങ്ങിക്കാനായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി ഇവരുടെയൊക്കെ ഒരു അവസ്ഥയിൽ. ഇങ്ങനെ കുടിക്കുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സർക്കാരിന് കാശ് കൊടുത്ത് അങ്ങനെ കുടിക്കണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ആഗ്രഹിക്കുന്ന ആൾക്കാരെ അപ്പൊ വീട്ടിലെത്തിച്ചു കൊടുക്കുമ്പം ഈ 1000 എന്നുള്ളത് ഒരു 1500 ആക്കുമെന്നേ. കാരണം ഇവിടെ 500% കൂടെ കൂട്ടിയില്ലെങ്കിൽ മറ്റേ MVDക്ക് കളക്ഷൻ കിട്ടത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് വളരെ വളരെ അനീതിയാണ്. കാരണം ഇപ്പൊ നമ്മൾ പറയും പോണ്ടിച്ചേരിയിലെ കള്ളിന്റെ സെയിൽ ആൾക്കാരെ, ഇപ്പൊ പോണ്ടിച്ചേരിയിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊന്നും നേരെപാടിന് കടത്തിവിടിയല്ല. നമുക്ക് പോണ്ടിച്ചേരിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പറയാം, എല്ലാ ബോർഡർ സ്റ്റേറ്റുകളിലും ഈ ഇതിന്റെ ഒരു വില വ്യത്യാസം എന്ന് പറഞ്ഞത് ഭയങ്കര വ്യത്യാസമാണ്. അത് സർക്കാർ കാണിക്കുന്ന കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. പക്ഷെ ഇതിന്റെ ഗുണദോഷ വശങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് എന്ത് കഴിക്കണം, നിങ്ങൾക്ക് എന്ത് കഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല. ആ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പിന്നെ വളരെ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്റെ അഭിപ്രായത്തിൽ ഇത് ഏതൊക്കെ രീതിയിൽ ഈ സാധനം ലഭ്യമാക്കാവോ അത് വളരെ റീസണബിൾ റേറ്റിൽ റെഡിയാക്കണം. ഇതിന്റെ കുറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് നിയന്ത്രണം ഏർപ്പെടുത്തുകയും നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മറുമരുന്ന് സാധാരണക്കാരൻ കണ്ടുപിടിക്കും. അവനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടില് അവന് സന്തോഷകരമായിട്ട് ജീവിക്കുക, അവന് സന്തോഷം കണ്ടെത്താനുള്ള പ്ലഷർ സീക്കിങ്ങിന്റെ ഭാഗമായിട്ട് അവന് വൈകുന്നേരം 2 അടിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരെ അതിൽ നിന്നും മാറ്റി നിർത്തുന്നത് ശരിയല്ല. പിന്നെ നമ്മൾ പുരോഗമനപരമായ ഒരു ജീവിത ശൈലിക്കകത്ത് മതങ്ങളുടെ ഒരു തീട്ടൂരം കൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ സർക്കാരുകൾ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും പുറകോട്ട് പോകുന്നതും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നന്ദി, നമസ്കാരം.